പ്രമുഖ അമേരിക്കൻ കൂലി പടയാളി മാത്യു വാർഡേക്കറിനെയും 6 യുക്രൈൻ പൗരന്മാരെയും ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയും അയൽ രാജ്യങ്ങളെയും വെട്ടിമുറിച്ചുകൊണ്ട് പുതിയൊരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ വിദേശ ശക്തികൾ ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പുറത്തുവിട്ടിരുന്നു. അവർ ഒരു മുന്നറിയിപ്പ് നൽകിയതിനെ ഏറ്റവും കൂടുതൽ ശരിവെക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ അറസ്റ്റ് സൂചിപ്പിക്കുന്നത്. അതായത് മ്യാൻമറിലെ വംശീയ സായുധ ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ യുദ്ധമുറകളിൽ പരിശീലനം നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മാർച്ച് 13-ന് ഡൽഹി, ലക്നൌ, കൊൽക്കത്ത വിമാനത്താവളങ്ങളിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാവുന്നു. ഡൽഹി കോടതി ഇവരെ മാർച്ച് 27 വരെ തന്നെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. റഷ്യൻ അധികൃതർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയതെന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ചിറ്റാഗോങ്, മ്യാൻമറിലെ ചില ഭാഗങ്ങൾ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ കേന്ദ്രമാക്കി തന്നെ ഒരു വിദേശ ശക്തികൾ താവളം ഒരുക്കാൻ തന്നെ വെളുത്ത വർഗക്കാരനായ ഒരാൾ തന്നോട് അനുവാദം അവിടെ ചോദിച്ചതായി അധികാരത്തിൽ ഇരിക്കെ തന്നെ അവർ പുറത്തിറക്കിയ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ്, ഹസീന നൽകിയ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിനായി അവർ ഒരു ക്രിസ്ത്യൻ രാജ്യം എന്ന അജണ്ടയാണ് മുന്നോട്ട് വെച്ചതെന്നും ഹസീന വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പിടിയിലായ മാത്യു വാർഡേക്കർ ആകട്ടെ ലിബിയയിലും അതുപോലെ സിറിയയിലും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായി തന്നെ വിലയിരുത്തുന്നത്. സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ സ്ഥാപകനായ ഇയാൾ മുൻപ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയതായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പിടിയിലായവർ 2024 മുതൽ തന്നെ മ്യാൻമറിൽ സന്ദർശനം നടത്തുകയും വംശീയ ഗ്രൂപ്പുകൾക്ക് ഡ്രോണുകളും ജാമിംഗ് ഉപകരണങ്ങളും വിതരണം ചെയ്തതായും പരിശീലനം നൽകിയതായും ഇവിടെ സംശയാസ്പദമായ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായി തന്നെ ബന്ധമുള്ള മ്യാൻമർ ഗ്രൂപ്പുകൾക്കാണ് ഇവർ ഡ്രോൺ ഓപ്പറേഷൻ, അതേപോലെ തന്നെ അസംബ്ലിംഗ്, ജാമിംഗ് സാങ്കേതിക വിദ്യ എന്നിവയിൽ പരിശീലനം നൽകി വന്നുകൊണ്ടിരുന്നത്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യ വഴി മ്യാൻമറിലേക്ക് വൻതോതിൽ ഡ്രോണുകൾ ഇവർ അനധികൃതമായി തന്നെ കടത്തിയതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. വാർഡേക്ക് ആകട്ടെ സൺ ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ എന്ന സൈനിക കരാർ സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് എന്നതാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിനോദസഞ്ചാര വിസയിൽ ഇന്ത്യയിലെത്തിയ ഇവർ ആകട്ടെ വലിയ രീതിയിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ് ഇല്ലാതെ തന്നെ മിസോറാമിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് മ്യാൻമറിലേക്ക് അനധികൃതമായി തന്നെ കടക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മിസോറാമിലൂടെ തന്നെ മ്യാൻമറിലേക്ക് കടക്കാൻ ഇവരെ സഹായിച്ചത് പ്രാദേശിക കണ്ണികളിലെ വ്യക്തികളാണ് എന്നും കണ്ടെത്തലുകൾ അത് തീവ്ര ശ്രമത്താലാണ് ഈ അന്വേഷണ ഏജൻസികൾ ഇവ കണ്ടെത്തിയിരിക്കുന്നതെന്നും വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ മിസോറാം മുഖ്യമന്ത്രിയാകട്ടെ വിദേശ വിനോദസഞ്ചാരികൾ അല്ലാത്തവർ അവർ വരുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള അവർ വിമതർക്ക് ആയുധ പരിശീലനം നൽകാൻ മ്യാൻമറിലേക്ക് കടത്തുന്നുണ്ടെന്നും നിയമസഭയിൽ വലിയ രീതിയിൽ ഒരു ആശങ്ക പ്രകടമാക്കിയിരുന്നു. കേസിൽ സുതാര്യവും അതേപോലെ തന്നെ നീതിപൂർവമായ അന്വേഷണം വേണമെന്നായിരുന്നു ഇന്ത്യയിലെ യുക്രൈൻ അംബാസിഡർ അവിടെ വലിയ രീതിയിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു രംഗത്ത് വന്നത്. 2003 ക്രിമിനൽ കാര്യങ്ങളിലെ പരസ്പര നിയമസഹായമായ കരാർ പ്രകാരം അന്വേഷണവുമായി തന്നെ സഹകരിക്കാൻ യുക്രൈൻ തയ്യാറാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. അതേസമയം പിടിയിലായവർക്ക് യുക്രൈൻ ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും അത് വിശദീകരിച്ച് നൽകുകയും അവർക്ക് കോൺസുലാർ ആക്സസ് നൽകുന്നതായി തന്നെ ഇവിടെ എടുത്ത് വ്യക്തമാക്കുകയാണ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.